സിവിൽ സർവീസ് പഠിച്ചവരാരും തോൽക്കുന്നില്ല, ആരും ഫെയിൽ ആവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ച ഇപ്പോൾ പലരും പറയും നമ്മൾ NCERT വായിക്കാനുണ്ട്, സിക്സ്ത് 12th സ്റ്റാൻഡേർഡ് സ്കൂളിൽ പഠിക്കുന്നത് തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ എന്താണ് ആ ലേണിങ്ങിലെ വ്യത്യാസം? ആസ് എ സിവിൽ സർവൻറ്റ്, ആസ് ആൻ IAS or IPS ഓഫീസർ, അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഭാവിയിൽ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രിപ്പറേഷൻ ഫേസിൽ അവർ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയി, എത്രത്തോളം എഫേർട്ട് എടുത്തു, അതെ എന്നതിനനുസരിച്ചിട്ടിരിക്കും. അതുപോലെ റിഫൈൻഡ് ആയ ഒരു സിസ്റ്റത്തിൽ കൂടെ കടന്നു വന്ന ഒരു വ്യക്തി അയാൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ അയാളുടെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി അത് ടോപ്പ് നോച്ച് ആയിരിക്കും. നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫൈറ്റ് വരുന്നതിന് മുമ്പുള്ള ഒരു പ്രാക്ടീസ് സെഷനാണ് നമ്മളെ സംബന്ധിച്ചിട്ട് PSCO അല്ലെങ്കിൽ SSC എക്സാമുകളൊക്കെ. നമ്മൾ വെറുതെ പോയി അപ്ലൈ ചെയ്യുന്നു, അതിൽ 50% മോർ ചാൻസ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ അതിനു വേണ്ടി സ്പെഷ്യലി പഠിച്ചില്ലെങ്കിലും ബാക്കി ഒരുപാട് നോളജ് നമുക്ക് ഓൾറെഡി നമ്മൾ ഗെയിൻ ചെയ്ത ഒരുപാട് നോളജ് ഉണ്ട്. പഠനം ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയും അല്ലേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ചിലപ്പോൾ നമ്മൾ മരണക്കിടക്കയിൽ അവസാനം പഠിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു മരുന്നിൻ്റെ പേരായിരിക്കും അല്ലേ. ഈ മരുന്നാണ് ഇതിൻ്റെ അവസാന നിമിഷം വരെ. പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. സാറേ, ഇപ്പം നമ്മുടെ ഏതൊരു കരിയർ മേഖല എടുത്തു കഴിഞ്ഞാലും എല്ലാവരും പൊതുവെ പറയുന്ന ഒരു സാധനമാണ് ഭയങ്കര കോമ്പറ്റീഷനാണ്, അത് എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊക്കെ നടക്കുമോ, ഭയങ്കര കോമ്പറ്റീഷനാണ്, അത് പണിയാണ് എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഇപ്പോൾ സിവിൽ സർവീസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതെല്ലാവർക്കും കിട്ടുന്ന പരിപാടിയൊന്നുമല്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. സക്സസ് റേറ്റ് നോക്ക് ഒരു 1 താഴെയാണ്, 0.01 ആണ് വരെ പറയും. അപ്പം ഇത്തരത്തിലൊരു കോമ്പറ്റീഷന് നമ്മൾ ചിലപ്പം അത് പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ? ശരിക്കും അതൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് ശരിക്കും? കോമ്പറ്റീഷൻ ആക്ച്വലി നമ്മളെ വേൾഡിനെ തന്നെ എഫിഷ്യൻ്റായിട്ട് നിലനിർത്തുന്ന ഒരു കാര്യം കോമ്പറ്റീഷനാണ്. ലോകത്ത് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നെങ്കിൽ പരസ്പരം നമ്മൾ ഒരിക്കലും എക്സലൻസിലേക്ക് നമ്മൾ പോവില്ല. മറ്റൊരാളെക്കാൾ കൂടുതൽ നന്നാവണം എന്ന ഒരു ചിന്തയാണ് നമ്മളെ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. സിവിൽ സർവീസിൻ്റെ കാര്യത്തിലുള്ള കോമ്പറ്റീഷൻ എന്നത് ഏറ്റവും ഏബിളായ ഓഫീസേഴ്സിനെ, ഏറ്റവും എഫിഷ്യൻ്റായ ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഒരു കോമ്പറ്റീഷൻ പോസിറ്റീവായി തന്നെയാണത് ഉള്ളത്. പക്ഷേ കോമ്പറ്റീഷൻ പലപ്പോഴും അതൊരു നമ്മളിതിലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ അങ്ങനെയല്ല. നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ഫേസിലായി കഴിഞ്ഞാലും ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കും, ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. കാരണം ഒരു വ്യക്തി സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്തിട്ട് അവർ ഒരു ട്രെയിനിങ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ട്രെയിനിങ് അക്കാഡമിയിലാണെങ്കിലും കൺസിഡർ ചെയ്യുന്നത് സിവിൽ സർവീസിൻ്റെ സിലബസ് മുഴുവൻ പഠിച്ച അത്രയും നോളജ് ഗെയിൻ ചെയ്ത അത്രയും എഫിഷ്യൻ്റ് ആയ ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ്. അതിൽ നിന്നാണ് പിന്നെ അങ്ങോട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് അതിൻ്റെ ശേഷമുള്ള ട്രെയിനിങ് ഫേസിൽ ഉണ്ടാകുന്നത്. അതുപോലെ കോമ്പറ്റീഷനിൽ കൂടെ കടന്നു വന്ന ഒരാൾ അയാൾ ട്രെയിനിങ്ങിന് ശേഷം ഒരു ഓഫീസറായിട്ട് പോസ്റ്റഡ് ആവുന്ന സമയത്ത് അവരുടെ എഫിഷ്യൻസിയും വളരെ കൂടുതലായിരിക്കും. സോ കോമ്പറ്റീഷൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സത്യത്തിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നത് ഇപ്പോൾ പണ്ടത്തെ ഒരു കാലം നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഗവൺമെൻറ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളുള്ള ഒരു വിഭാഗം ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ പറഞ്ഞ ക്വാളിറ്റി സിവിൽ സർവീസ് വരുന്നത് എക്സാക്ട്ലി ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. കാരണം അന്ന് നമുക്ക് ഇതിനെപ്പറ്റി അവെയർനെസ് ഇല്ല. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇല്ല, അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അന്ന് പിന്നെ നമ്മുടെ സാമ്പത്തികമായും അധികം സാധ്യതകളില്ല അല്ലേ. പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ ഇപ്പോൾ 10th ക്ലാസ് തന്നെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം സൗകര്യമുള്ള വീട്ടിലുള്ള ആളുകളായിരിക്കും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ഒരു ഓപ്ഷനെ പറ്റിയിട്ട്. അതിൽ തന്നെ വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഉള്ള ആൾക്കാരാണ് സിവിൽ സർവീസ് പോലുള്ള അതെ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ വരുന്ന ആളുകളുടെ ക്വാളിറ്റിന് മാറ്റർ എന്നല്ല പറയുന്നത്, പക്ഷേങ്കിൽ ആ ടൈമിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോഴും നമുക്ക് ഒരു വാർഡിൽ ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് എന്നുള്ള രീതിയിൽ വരെ വരാൻ തുടങ്ങി. അപ്പോൾ അത്രയും ആളുകൾ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വരുന്നുണ്ട്. ഇപ്പം 10 ലക്ഷത്തോളം ആസ്പിരൻസ് ഓരോ വർഷവും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യാത്ത ഒരു വിഭാഗം ഇതിൻ്റെ ഒരു 3 ഇരട്ടി പുറത്ത് നിൽക്കുന്നുണ്ട്. അവരവരുടെ പ്രിപ്പറേഷൻ ഫേസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഇതെന്താ നല്ലതാണ്. കാരണം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ എന്നത് അതൊരിക്കലും നെഗറ്റീവായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിട്ട് അവരെ എക്സലൻസിലേക്ക് നയിക്കുന്ന ഒരു കാര്യം തന്നെ ഈ ഒരു കോമ്പറ്റീഷനാണ്.
കാരണം അവർക്ക് ലൈക്ക് ഒരു ആസ് എ സിവിൽ സർവൻറ്റ്, ആസ് ആൻ IAS or IPS ഓഫീസർ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഭാവിയിൽ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രിപ്പറേഷൻ ഫേസിൽ അവർ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയി, എത്രത്തോളം എഫേർട്ട് എടുത്തു അതെ എന്നതിനനുസരിച്ചിട്ടിരിക്കും. അതുപോലെ റിഫൈൻഡ് ആയ ഒരു സിസ്റ്റത്തിൽ കൂടെ കടന്നു വന്ന ഒരു വ്യക്തി അയാൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ അയാളുടെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി അത് ലൈക്ക് ടോപ്പ് നോച്ച് ആയിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിട്ടും അത് വളരെ ലൈക്ക് ഒരു പോസിറ്റീവായ ഒരു കാര്യമാണ്. പിന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവ്, സാറിന് നമ്മൾ പറയാറുണ്ട് സിവിൽ സർവീസ് പഠിച്ചവരാരും തോൽക്കുന്നില്ല, ആരും ഫെയിൽ ആവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അത് രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ് കാര്യം പറയുന്നത്. ഒന്ന്, സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫൺ വി ടേം ഇറ്റ് ആസ് മദർ ഓഫ് ഓൾ ഗവൺമെൻറ് എക്സാമിനേഷൻ. പണ്ട് കാലത്തെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. കാരണം ഏത് ഗവൺമെൻറ് എക്സാമിനും ഇപ്പോൾ പണ്ടേ നമ്മൾ പറയുന്ന ഒരു ചോദ്യമാണ്, നീ എന്താ IAS പഠിക്കുന്നത്, നീ കളക്ടർ ആവാനാണോ പഠിക്കുന്നത്? കാരണം അത്രയും വലിയൊരു പഠിത്തമാണത്. അപ്പം ഗവൺമെൻറ് എക്സാമിനെ ഏത് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും സിവിൽ സർവീസ് പഠിച്ച ഒരാൾക്ക് വേറെ ഒരുപാട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഒരു 80-85% സിലബസും പല ഗവൺമെൻറ് എക്സാമിനും, അതായത് ഈ ടെക്നിക്കൽ ആയിട്ടുള്ളതല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആവശ്യമില്ലാത്ത ജനറൽ ആയിട്ടുള്ള എല്ലാ എക്സാമിനും, എല്ലാ ഗവൺമെൻറ് എക്സാമിൻ്റെയും സിലബസ് ഒരു 80-85% സെയിം ആണ്. അപ്പം നമ്മൾ സിവിൽ സർവീസിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സിലബസ് നമ്മൾ ഓൾറെഡി പഠിച്ചു വയ്ക്കും. എന്നിട്ട് ലൈക്ക് സാധാരണ കാൻഡിഡേറ്റ്സ് ചെയ്യുന്നൊരു കാര്യം, ഒരു സാറ്റർഡേ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പോയി വെറുതെ അങ്ങ് എഴുതും. ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അവർ റാങ്ക് ലിസ്റ്റിലുണ്ടാവും. അത് ഇവരെ ബാക്കപ്പ് പ്ലാനാണ്. പലരും അത് ലൈക്ക് എന്താ, ഇപ്പം നമ്മുടെ കൂടെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ അവർ വെറുതെ പോയി എഴുതിയ എക്സാമാണ്. PSCയിലാണെങ്കിലും ഇതിൽ പഠിച്ചതുകൊണ്ട് ആ പരീക്ഷയ്ക്ക് എഴുതാൻ വളരെ ഈസിയാണ്. നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓക്കെ PSCൻ്റെ അതിലൊരു എക്സാം വിളിച്ചിട്ടുണ്ട് എന്ന് കണ്ടു വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രാക്ടീസാണത്. നമ്മുടെ റിയൽ ആയിട്ടുള്ള ലൈക്ക് ഫൈറ്റ് വരുന്നതിന് മുമ്പുള്ളൊരു പ്രാക്ടീസ് സെഷനാണ് നമ്മളെ സംബന്ധിച്ചിട്ട് PSCയോ അല്ലെങ്കിൽ SSC എക്സാമുകളൊക്കെ. നമ്മൾ വെറുതെ പോയി അപ്ലൈ ചെയ്യുന്നു. അതിൽ 50% മോർ ചാൻസ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ അതിന് വേണ്ടി സ്പെഷ്യലി പഠിച്ചില്ലെങ്കിലും ബാക്കി ഒരുപാട് നോളജ് നമുക്ക് ഓൾറെഡി നമ്മൾ ഗെയിൻ ചെയ്ത ഒരുപാട് നോളജ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ബാക്കപ്പ് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു പെർസ്പെക്റ്റീവ് അതാണ്, നമ്മൾ ഫെയിൽ ആവുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവ്, സിവിൽ സർവീസ് പഠിച്ചവർ ആരും ഫെയിൽ ആവുന്നില്ല എന്നതിൻ്റെ രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മളെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾക്ക് ലഭിക്കുന്ന നോളജിൻ്റെ എത്രയോ മടങ്ങാണ് അതിനുശേഷം നമ്മൾ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ലൈഫിൽ ഏതൊരു മേഖലയിലും നമുക്ക് ബാക്കിയുള്ളവരെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോളജ് നമുക്ക് ഇതിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഏതൊരു മേഖലയിൽ വിദഗ്ധരോടും നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാം. അത് ഇപ്പോൾ എൻ്റെ ഡൗട്ട്, അതെന്തുകൊണ്ടാണ് പറ്റുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച, ഇപ്പോൾ പലരും പറയും നമ്മൾ NCERT വായിക്കാനുണ്ട്, 6th to 12th സ്റ്റാൻഡേർഡ് സ്കൂളിൽ പഠിക്കുന്നത് തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ എന്താണ് ആ ലേണിങ്ങിലെ വ്യത്യാസം? അതായത് ഇപ്പം വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ +2 കഴിഞ്ഞൊരു കുട്ടി 10ാം ക്ലാസ്സിലെ ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അന്ന് ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലായ രീതിയിലായിരിക്കില്ല ഇപ്പം ആ കുട്ടിക്ക് മനസ്സിലാവുക, അല്ലേ? ഇപ്പം നമ്മൾ ഒരു 6th സ്റ്റാൻഡേർഡിലോ 7th സ്റ്റാൻഡേർഡിലോ ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ലൈക്ക് ഇപ്പോൾ പോട്ടെ, നമ്മൾ ബുക്ക് പോട്ടെ, നമ്മൾ പണ്ട് കണ്ടൊരു മൂവി, ഓക്കെ, നമ്മൾ പണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ടൊരു മൂവി നമ്മൾ ഇന്നത് വീണ്ടും എടുത്ത് കാണുന്ന സമയത്ത് ഒരുപാട് ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് മനസ്സിലാവും, അനലൈസ് ചെയ്താണ്. ഇപ്പം ഇപ്പോഴും നമ്മുടെ ഈ മണിച്ചിത്രത്താഴിൻ്റെയൊക്കെ ഡയറക്ടർ ബ്രില്യൻസ് ഇപ്പോഴാണ് നമ്മൾ കുറേ ഡീകോഡ് ചെയ്യുന്നത്. കാരണം അന്ന് നമ്മളത് കണ്ട് ആസ്വദിച്ചെങ്കിൽ ഇന്ന് നമ്മളത് കുറച്ചും കൂടി ഡീപ്പറായി അനലൈസ് ചെയ്ത് വേറൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മളതിനെ കാണുന്നത്. അതാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞൊരു കുട്ടി നമ്മൾ സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്നു. അപ്പോൾ ലൈക്ക് സാധാരണ രീതിയിൽ അവർ ഇതൊക്കെ മുമ്പ് പഠിച്ച കാര്യങ്ങളായിരിക്കും, അല്ലേ? നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം, ഇന്ത്യയിലുള്ള റിവേഴ്സ്, ഇത് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. അന്ന് നമ്മൾ പഠിച്ചത് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല, അതിനൊരു നമ്മളൊരു ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്, ഡിഫറെൻറ്റ് കൺസെപ്റ്റ് നമ്മളത് ലൈക്ക് ലേൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഫോർമൽ എഡ്യൂക്കേഷനിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ലേണിംഗ് മെത്തേഡിൽ കൂടി കിട്ടും. കാരണം നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വി ബി തിങ്കിങ് ലൈക്ക് ആൻ ഓഫീസർ. ഒരു IAS ഓഫീസർ എങ്ങനെ ചിന്തിക്കുന്നു, അപ്പോൾ ഓഫീസറെ പോലെ ചിന്തിക്കുന്നു. ഇപ്പോൾ ഒന്ന് പഠിക്കുന്നു, ഓഫീസറെ പോലെ ചിന്തിക്കുന്നു. എന്താണ് ഓഫീസർ ചിന്തിക്കുന്നതും ഒരു സാധാരണ നമ്മളെപ്പോലെയുള്ള ഒരാൾ ചിന്തിക്കുന്നതും വ്യത്യാസം? ഡെഫിനറ്റ്ലി അത് ഒരു സാധാരണക്കാരൻ്റെ ചിന്തയും ഒരു ഓഫീസറുടെ ചിന്തയും തമ്മിൽ ലൈക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇത് ഞാൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കൊല ചെയ്തു, ഒരാൾ കൊല്ലപ്പെട്ടു. പിറ്റേ ദിവസം ആ ഒരു വാർത്ത ന്യൂസ് പേപ്പറിൽ വരികയാണ്, ഇന്നയാളെ കൊന്നു, ഓക്കെ, ഇതാണ് മർഡർ ചെയ്തു എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ഈ കൊലപാതകിയുടെ ജാതി, മതം, ഇതൊക്കെ നമ്മൾ ന്യൂസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
സാധാരണ നമ്മളങ്ങനെ ചെയ്യും. ഇന്ന മതത്തിൽപ്പെട്ട ഒരാൾ ഇന്നയാളെ കൊന്നു എന്ന് നമ്മൾ ആഡ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മളത് ചെയ്യില്ല അല്ലേ? ഇവിടെ കോൺടെസ്റ്റ് വരുന്നത് നാഥുറാം വിനായക ഗോഡ്സെ മഹാത്മാഗാന്ധിനെ വെടിവെച്ച് കൊന്നു. തൊട്ടടുത്ത ദിവസം വന്ന ന്യൂസ് പേപ്പറിലും അതുപോലെയുള്ള ന്യൂസിൽ വന്നിരിക്കുന്നത് നാഥുറാം വിനായക ഗോഡ്സെ എന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നു എന്നതാണ്. ഈ ഹിന്ദു എന്നത് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അന്ന് ഉള്ള ഒരു കമ്മ്യൂണൽ ടെൻഷൻ, നമ്മുടെ പാർട്ടീഷൻ്റെയൊക്കെ ഒരു സമയമാണ്. ഈ കമ്മ്യൂണൽ ടെൻഷൻ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അതായത് ഹിന്ദു മുസ്ലിം ടെൻഷൻ ആ സമയത്ത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഗോഡ്സെ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഗാന്ധിയാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ആ സമയം ഇന്ത്യയിൽ സംഭവിക്കാൻ പോയിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിക്കുമായിരുന്നത് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കമ്മ്യൂണൽ റൈറ്റായിരിക്കും. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗോഡ്സെയുടെ മതം എന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്തത്. ഈ ഒരു കാര്യം ചെയ്തതിൻ്റെ പിറകിലുള്ള ബ്രെയിന് അതൊരു സിവിൽ സർവൻറ്റേതാണ്. ആ സമയത്തുള്ള ഒരു ഇമ്പീരിയൽ സിവിൽ സർവീസിന്, ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഓഫീസറുടേതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കില്ല. ഇപ്പം നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളാണെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ അതിന് ഉള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല, അതിൻ്റെ ഒരു രീതി ആയിരിക്കില്ല ഒരു ഓഫീസർ നോക്കുന്ന സമയത്ത്. അത് ഷോർട്ട് സൈറ്റ്, ലോങ് ടേം, ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റുകളെല്ലാം അനലൈസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു എത്തിക്സിൻ്റെ കേസ് സ്റ്റഡി എടുക്കുമ്പോൾ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ എടുക്കും. എത്ര സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും അത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യും അല്ലേ? അപ്പം നമ്മൾ ലൈക്ക് അതിൽ ഒരാളുടെ കാര്യത്തിലല്ല, നമ്മൾ എമ്പത്തറ്റിക്കലായ എല്ലാവരുടെ കാര്യങ്ങളും ചിന്തിക്കും. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് വരുന്നു. ഓക്കെ, ബ്രിഡ്ജ് വരുമ്പോൾ അവിടെ ഇമ്മീഡിയറ്റ്ലി ജോലി പോകുന്നത് ഒരു കടത്തുകാരനതായിരിക്കും, ഒരു വള്ളക്കാരുടെ ജോലിയായിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. അയാൾക്ക് നമുക്ക് എന്ത് കോമ്പൻസേഷൻ ചെയ്യാൻ പറ്റും? അപ്പം ഈ ഒരു ചിന്ത, നമ്മൾ ബ്രിഡ്ജ് വരുമ്പം വികസനം മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ അവിടെ വേറൊരാളുടെ ജോലി പോകുന്നുണ്ട് അല്ലേ? അപ്പം ആ ഒരു ചിന്തയും കൂടി ഒരു സിവിൽ സർവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു IAS ഓഫീസറുടെ ലൈക്ക് മൈൻഡിൽ വരും. എല്ലാവരെ പറ്റിയും നമ്മൾ ഒരു ഹോളിസ്റ്റിക്കലി മൊത്തത്തിൽ അതാണ് സിലബസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ലൈക്ക് ഇൻ സിവിൽ സർവീസ് വി വാണ്ട് ടു ബി ജാക്ക് ഓഫ് എവറിത്തിങ്, ബട്ട് വി ഡോണ്ട് നീഡ് ടു ബി മാസ്റ്റർ ഓഫ് എനിത്തിങ്. നമ്മൾ എല്ലാത്തിനെ പറ്റി അറിഞ്ഞിരിക്കും ഒരു പരിധി വരെ. അതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ വൈറസ് എന്ന് പറയുന്നൊരു മൂവി നമ്മുടെ കോഴിക്കോട്, അതെ ആ ഒരു നിപ്പ വൈറസിന്റെ ആ ഒരു നമുക്ക് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്നത് നിപ്പ കേരളത്തിലുണ്ടായി, അതും മലബാർ റീജിയനിലുണ്ടായി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ചും. അത് നമ്മൾ ഒരുപാട് പേടിപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ്. നിപ്പന്റെ ഫാറ്റാലിറ്റി അല്ലെങ്കിൽ മരണനിരക്ക് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേടി ഉണ്ടാക്കിയ ഒരു സാധനം. അതിന്റെ സിനിമ വരുന്നു എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന സിനിമയാണ്. അപ്പൊ അതില് നമ്മുടെ ടൊവിനോ ചെയ്തിരിക്കുന്ന കലക്ടറുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, അതില് കലക്ടർ ആ ഒരു സിറ്റുവേഷൻ ഡീല് ചെയ്യുന്നത് കുറച്ച് ഗ്ലിംസ് മാത്രമാണെങ്കിലും അത് കാണിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഡീല് ചെയ്യുന്ന ഒരു കലക്ടർക്ക് അയാൾക്ക് ഈ പറഞ്ഞ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വാക്സിനേഷൻ്റെ സാധ്യതകൾ അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ ലൈക്ക് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈക്ക് കമ്മ്യൂണിക്കബിൾ ആവണമെങ്കിൽ ഏത് രീതിയിൽ ഇത് പകരും എന്നുള്ളത് ഒക്കെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ വൈറസിൻ്റെ DNA നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? RNA നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വാക്സിനേഷൻ ഏത് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണോ? വേണ്ട. നമുക്കതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽ നമുക്കറിയണ്ട. പക്ഷേ ഓക്കെ, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് ഒരാളിലേക്ക് എത്തിയിട്ട് അതിൽ സിംറ്റംസ് കാണിക്കുന്ന വരെയുള്ള ഒരു പീരീഡാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോളിസീസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും നമ്മൾ അതിന് വാക്സിൻ കണ്ടുപിടിക്കണ്ട. അതിന് നമുക്കിവിടെ എക്സ്പേർട്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരാളെ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു കലക്ടർ അവിടെ ഇരിക്കുന്ന സമയത്ത് കലക്ടർക്ക് മെഡിക്കൽ ഫീൽഡിൽ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. പക്ഷേ അയാൾ ഒരിക്കലും ഒരു എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല. അതേപോലെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. പക്ഷേ അയാൾ ഒരിക്കലും ലാത്തി എടുത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല, അതിന് ഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പം എല്ലാ മേഖലകളും ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ വന്നു, കൊറോണേൻ്റെ ലോക്ക്ഡൗൺ വന്നു. ആ സമയത്ത് നമുക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ ഈസിയാണ്. പെട്ടെന്ന് ലൈക്ക് നമ്മളൊരു ഓർഡർ ഇറക്കുകയാണ്, നാളെ മുതൽ ആരും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലൈക്ക് ഒരു യങ് ആയിട്ട് ലൈക്ക് ഏബിൾ ആയിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ, കുറച്ച് നാളത്തേക്ക് നമുക്ക് ജീവിച്ചു പോകാം അല്ലേ? പക്ഷേ പുറത്തേക്ക് ഇറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേറെ ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട്. ഡെയിലി വേജ് വർക്കേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ലൈക്ക് ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അത് മരുന്ന് കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള ആളുകളുണ്ട്. എൽഡർലി ആയിട്ടുള്ള ആളുകളുണ്ട്, കോൺസ്റ്റൻ്റായ കെയർ വേണ്ട ആൾക്കാരുണ്ട്, പാലിയേറ്റീവ് കെയർ ഒക്കെ ലൈക്ക് അവരുടെയൊക്കെ സർവീസ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അപ്പം ഒരുപാട് ആളുകൾ അവർ ഡെയിലി ലൈക്ക് അവർ പുറത്തിറങ്ങിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെ പറ്റിയിട്ടും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പം ഈ ഒരു
രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടാവുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ മേഖലയിലും പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിന് പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി. ഇപ്പോൾ രസകരമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. രസകരമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് ആദ്യം തീരെ ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഹിസ്റ്ററി. ഒട്ടും ഇഷ്ടമല്ല എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, എനിക്ക് ആൾക്കാരുടെ പേര് ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല. ഞാനിപ്പം സ്റ്റുഡൻസിനൊക്കെ തന്നെ ഒരു പ്രാവശ്യം പേര് വെച്ച് ഞാൻ വീണ്ടും പേരെന്തായിരുന്നു എന്ന് ഞാൻ വീണ്ടും ചോദിക്കും. കാരണം എനിക്ക് പേര് ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല. അതുപോലെ വർഷം, ഡേറ്റ്, ഇതൊന്നും എനിക്ക് ഞാൻ എൻ്റെ തന്നെ ബ്രെയിൻ ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഹിസ്റ്ററി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ബട്ട് ദ മൊമെൻറ്റ് ഐ റിയലൈസ്ഡ് വൈ ഐ വാണ്ട് ടു ലേൺ ഹിസ്റ്ററി, എന്തിനാണ് ഹിസ്റ്ററി പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയത് മുതൽ എനിക്ക് അതിനോട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം നാളെ നമ്മളൊരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് വരുന്നു, അത് ഒരു ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സൈറ്റാണ്. ഈ സൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു തരരുത്, അതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ആ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു. ഈ കമ്മ്യൂണിറ്റീൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇവരുടെ കാസ്റ്റ് ഹിസ്റ്ററി എന്താണ്, ഇവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്, ഇതൊക്കെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ നാടിൻ്റെ ഹിസ്റ്ററി പഠിച്ചിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും നമുക്ക് ആവശ്യമുള്ളതാണ്, എല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സിവിൽ സർവീസ് പഠിച്ച ഏതൊരാൾക്കും ഏത് മേഖലയിൽ പെട്ട ഒരാളോടും ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. 5 മിനിറ്റ്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സംസാരിക്കാതിരിക്കാന്നല്ല. കാരണം ചിലപ്പോൾ അവർ എക്സ്പേർട്ട് ആയിരിക്കും. ഒരു ഷെയർ ബ്രോക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളോടും നമുക്ക് ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ ക്വാളിറ്റി കോൺവെർസേഷൻ നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ നമുക്ക് ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പെർസ്പെക്റ്റീവ്, നമ്മൾ സിവിൽ സർവീസ് പഠിച്ചാൽ ആരും തോറ്റു പോകുന്നില്ല എന്ന് പറഞ്ഞത്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു. ഇപ്പം നമുക്കൊരു ബിസിനസ് ചെയ്യണം, നമ്മൾ ബാക്കപ്പ് പ്ലാൻ നമ്മുടെ ഒരു ബിസിനസ്സാണ്. അതായത് സിവിൽ സർവീസ് നമ്മൾ ട്രൈ ചെയ്യുന്നു, ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തു, ദെൻ വി റിയലൈസ്ഡ് ദാറ്റ് ഓക്കെ നമുക്ക് ഇതിനേക്കാളും നല്ലത് ബിസിനസ്സാണ്. നമുക്ക് പെട്ടെന്ന് ഒരു റിയലൈസേഷൻ വരുന്നു. അപ്പോൾ 2 വർഷം 3 വർഷം ഞാൻ സിവിൽ സർവീസിന് പോയിട്ട് ആകെ നശിപ്പിച്ചു പോയല്ലോ, ബിസിനസ് എനിക്ക് 2 വർഷം മുമ്പ് ചെയ്യാമായിരുന്നല്ലോ എന്നതിനേക്കാൾ അങ്ങനെ ഒരു ചിന്ത വരും, അല്ലേ? അതിനേക്കാൾ കൂടുതൽ ചിന്ത ശരിക്കും എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇപ്പോഴുള്ള ബിസിനസ് ട്രെൻഡ് എന്താണ്. കാരണം കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുന്ന ഒരാൾക്ക് അറിയാം ഇപ്പോഴുള്ള ബിസിനസ് ട്രെൻഡ് എന്താണ്, ഏതൊരു കമ്മോഡിറ്റിക്കാണ് ഇത്രയും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്, ഏത് ബിസിനസ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ബിസിനസ് തുടങ്ങുമ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഏതൊക്കെ സപ്പോർട്ട് കിട്ടും, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. നമ്മൾ IR പഠിക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഏത് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ എങ്ങനെ രീതിയിൽ ചെയ്യണം, സ്റ്റാഫ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, അല്ലേ? നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ അങ്ങനെ പഠിക്കുന്നുണ്ട്, സ്റ്റാഫ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, അങ്ങനെ ഫൈനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ എക്കണോമി പഠിക്കുന്നുണ്ട്, ടാക്സേഷൻ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നു. കുറേ ലൈഫ് സ്കില്ല് ഇതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചെടുക്കും. ഡെഫിനറ്റ്ലി ലൈഫ് സ്കിൽ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫിനിഷിംഗ് സ്കൂളാണിത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒന്നും അറിവില്ലാത്ത ആൾക്കാർക്ക് പോലും നമ്മളിത് ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് എല്ലാത്തിനെ പറ്റിയും എന്തെങ്കിലുമൊക്കെ അറിയാം എന്ന ലെവലിലേക്ക് നമുക്ക് എത്തുന്നു. സോ ഒരിക്കലും അതൊരു നമുക്ക് വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും എപ്പോഴാണ് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്? ഫോർമലായൊരു പ്രിപ്പറേഷൻ അത് നമുക്ക് ഏത് ഏജിലും നമുക്ക് തുടങ്ങാം. പക്ഷേ ഇൻഫോർമലായി നമ്മൾ ഓൾറെഡി പ്രിപ്പറേഷനിലാണെന്നുള്ളതാണ്. ഓരോ കുട്ടി, ഓരോ ആളും ഓർമ്മ വെച്ച കാലം മുതൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. സിവിൽ സർവീസിനായിട്ടുള്ളൊരു പ്രിപ്പറേഷനല്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന വാല്യൂസ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വാല്യൂസ്, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന 1+1 2 എന്ന് പറയുന്ന ഒരു കാര്യവും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയല്ലേ നമ്മൾ CSAT മാത്സ് സോൾവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വൃത്തിക്ക് പഠിക്കാത്തതാണ് നമ്മൾ പിന്നെയും എക്സ്ട്രാ ഇരുന്ന് പഠിക്കേണ്ടി വരുന്നത്, അല്ലേ? അപ്പോൾ സ്കൂൾ ലെവലിൽ നമ്മളിപ്പോൾ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് അവർക്കൊരു സിവിൽ സർവീസാണ് ആഗ്രഹമെങ്കിൽ ഒന്നാമത്തെ കാര്യം അവർ ചെയ്യേണ്ടത് അവരെ സ്കൂളിലെ കരിക്കുലം വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ്. കാരണം 12ാം ക്ലാസ് വരെയുള്ള അവരെടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10th വരെയുള്ള സബ്ജക്റ്റ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സിവിൽ സർവീസ്. അപ്പോൾ 10th വരെ കോമൺ ആണ് എല്ലാവർക്കും. +1 +2 മുതലാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിലും നമുക്കിപ്പം സിവിൽ സർവീസ് പഠിക്കണം എന്നുള്ള ഒരാൾ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നുമില്ല. സയൻസ് എടുത്ത ഒരാളായാലും കൊമേഴ്സ് എടുത്ത ഒരാളായാലും ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരാളായാലും കമ്പ്യൂട്ടർ സയൻസ് വാട്ടെവർ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതെടുത്തൊരു വ്യക്തിക്കും സിവിൽ സർവീസിലേക്ക് വരാം. കാരണം ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അത് സിവിൽ സർവീസിൽ യൂസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരാളാണെങ്കിൽ ആർട്സ് സബ്ജക്റ്റുകൾക്ക് യൂസ് ഉണ്ടാകുന്ന സമയത്ത് സയൻസ് സബ്ജക്റ്റ് എടുത്ത ഒരാൾക്ക് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അത് യൂസ് ആവും. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് +2-ന് ശേഷം അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഒന്ന്, കോമ്പറ്റീഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് വളരെ കൂടുതലാണ് കോമ്പറ്റീഷൻ. ഇപ്പം നോർത്തിലൊക്കെ കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറിയ സ്കൂൾ ലെവലിൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അവർ 5ാം ക്ലാസ് മുതലേ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയും ഉണ്ട് നമുക്ക് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഉണ്ടല്ലേ, ജൂനിയർ IAS ക്ലാസ്സസ് ഒക്കെ ആയിട്ട് 5th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ +2-ന് ശേഷം
ദ തിങ്സ് ആർ ബിക്കമിങ് ലിറ്റിൽ മോർ സീരിയസ് അല്ലേ. നമ്മൾ ആ സമയത്ത് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 3 to 4 years നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിന്, കാരണം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ട ഒരാളാണ്, നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, നമുക്ക് അവിടെ എത്തേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട്. പക്ഷേ എങ്കിൽ ഞാൻ കുറച്ചൊന്ന് വളഞ്ഞ് ചുറ്റിയിട്ട് പിന്നെ വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് പോകാന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ കൂടെ തുടങ്ങിയവർ ഒരുപാട് ദൂരം പാസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ലക്ഷ്യം സിവിൽ സർവീസ് ആണെങ്കിൽ പിന്നെ നമ്മൾ വളഞ്ഞു ചുറ്റി വേറൊരു വഴിയിലേക്ക് കൂടി സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എഞ്ചിനീയറിംഗിന് പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വെറുതെ ഒരു ലൈക്ക് ബികോം എടുക്കേണ്ട സൊസൈറ്റി നമ്മുടെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടാണ് പോകുന്നത്. ആൾക്കാർ പിയർ ഗ്രൂപ്പ് പ്രഷർ ഉണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ ലൈക്ക് എഞ്ചിനീയറിംഗിന് പോയത് പിയർ ഗ്രൂപ്പ് പ്രഷറാണ്. എല്ലാവരും എഞ്ചിനീയറിംഗിന് പോകുന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹം ഫിസിക്സ് പഠിക്കാനായിരുന്നു. അപ്പോൾ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. ആ സമയത്ത് എഞ്ചിനീയറിംഗ് ഒരു ബൂമുള്ളൊരു സമയം. അപ്പോൾ ബിടെക്കിന് എല്ലാവരും പോകുന്നു, നീ പോയില്ലെങ്കിൽ നമ്മളവിടെ ലൈക്ക് അല്ലേ നമ്മളവിടെ പുറത്തേക്കായി പോയി, അല്ലെങ്കിൽ നാളെ ഇത് കിട്ടിയില്ലെങ്കിൽ ബാക്കപ്പ് എന്ത്, അത് വിചാരിച്ചിട്ട് നമ്മൾ ആ ടൈമിൽ പോയി. അപ്പോൾ 4 വർഷം അവിടെ പോയി, വേസ്റ്റ് ആയെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും 4 വർഷം അവിടെ പോയി. പക്ഷേ എനിക്ക് ഡിലേ വന്നു, എക്സാക്ട്ലി ഡിലേ വന്നു. ഞാൻ കുറച്ചുകൂടി നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നേരത്തെ സക്സസ് ആവായിരുന്നു എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകേണ്ടത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ ഒരു ബാക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വളഞ്ഞു ചുറ്റി എവിടേക്കോ പോയിട്ട് വീണ്ടും നമ്മൾ എത്തുന്നത് ഇതേ വഴിയിൽ തന്നെയാണ്. പിന്നെയും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ടിയിരിക്കും. നമ്മൾ എത്രത്തോളം വയസ്സ് കൂടെ അത്രത്തോളം റെസ്പോൺസിബിലിറ്റി വരും. കാരണം ജോലി അന്വേഷിക്കണം, നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി ഡെഫിനറ്റ്ലി അത് കുറയും. നമ്മൾ പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. നമ്മൾ തുടക്കത്തിലുള്ള ഒരു എനർജി പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് കുറയും എന്നുള്ളത് അത് ലൈക്ക് ബയോളജിക്കലി സത്യമാണെന്ന് തോന്നുന്നു അല്ലേ. പണ്ട് നമ്മൾ സാറിന് പറയും ഏത് പ്രായത്തിലും പഠിക്കാന്നൊക്കെ പറയുമ്പോൾ വല്ലാണ്ട് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ ഇതൊക്കെ പഠിക്കാനുള്ള സാധ്യതയും കുറയും. തോന്നിയിട്ടുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തോട്ട് പ്രോസസ്സിൽ കൂടാണ്. തോട്ട് പ്രോസസ്സിൽ വ്യത്യാസമായി. നമ്മൾക്ക് പാരൻസിന്റെ പൈസ എടുത്തിട്ട് പഠിക്കാൻ തോന്നൂല. ഡിഗ്രി എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് പ്രഷർ കൂടി പഠിച്ചാലോ, സെൽഫ് ഒരു എന്തെങ്കിലും പാർട്ട് ടൈം ജോലി എടുത്താലോ, അതൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അത് എന്ന് വെച്ചാൽ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഡിഗ്രീൻ്റെ കൂടെ ചെയ്യുന്ന സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ലൈക്ക് വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ അവർക്ക് പഠിത്തം മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വേറെ കുറേ കാര്യങ്ങൾ ചിന്തയും. ആൾക്കാർ ചോദിക്കും ജോലി ഒന്നും ആയില്ലേ, അത് നമ്മൾ ഫേസ് ചെയ്യണം. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തായി, ജോലി ആയില്ലേ എന്നുള്ള ആ ചോദ്യം ഫേസ് ചെയ്യും. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചാൽ കുറേ ആൾക്കാർ ഫോറിൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ട്രെൻഡ് വെച്ചാൽ പോകുന്നില്ലേ ഈ രീതിയിലേക്ക് ജോലി ആയില്ല എന്ന ചോദ്യം മാറിട്ട് ഇനി അങ്ങോട്ടേക്ക് പുറത്തേക്ക് എവിടെയും പോകുന്നില്ല എന്നുള്ളതായി. അതെ, സിവിൽ സർവീസിന് നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ. വേറെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ പഠിക്കാനുണ്ടെന്ന് പറയുന്നു. ഇത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുത്തു പോകും. കാരണം നമുക്ക് ഫുൾ ടൈം പഠിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾ പറയും എപ്പോഴും പഠിക്കാൻ കഴിയില്ല. ഇത് ഫുൾ ടൈം ഒരു പഠനമാണോ, അതായത് ഫുൾ ടൈം പഠിക്കുന്ന രീതിയിലാണോ നമ്മൾ UPSC പഠിക്കുക? നമുക്കത് ബേൺ ഔട്ട് ആവാറുണ്ടോ, അത് മടുത്തു പോവാറുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു ഭാഗം? നമ്മുടെ ശരിക്കും പഠനം ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയും അല്ലേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ചിലപ്പോൾ നമ്മൾ ലൈക്ക് മരണക്കിടക്കയിൽ അവസാനം പഠിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു മരുന്നിൻ്റെ പേരായിരിക്കും അല്ലേ. ഈ മരുന്നാണ് ഇതിൻ്റെ അവസാന നിമിഷം വരെ. പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിപ്പോൾ നമ്മളിപ്പം പഠനം കഴിഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് ജോലിയിൽ പഠനമില്ലേ അല്ലേ. നമ്മൾ ജോലി പഠിച്ചെടുക്കണ്ടേ അല്ലേ. ഇപ്പോൾ പുതിയൊരു ടെക്നോളജി വരുന്നു നമ്മളതിൽ, അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കണ്ടേ ലൈക്ക്. അപ്പം പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. പഠനം എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ് എന്നതാണ് അവിടെ ചോദ്യം. അത് നമുക്ക് ഇപ്പോൾ സിവിൽ സർവീസിന് ഞാൻ കണ്ടൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻ ഫേസിൽ ഇതൊരു ഫിക്സഡ് സിലബസ് ആണെങ്കിലും കറണ്ട് അഫെയർസും കൂടി ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ടും അതുപോലെ പുതിയ പുതിയ ഇഷ്യൂസ് നമ്മൾ ലൈക്ക് ലോകത്ത് നടക്കുന്നത് കൊണ്ടും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളുടെ നോളജ് ഗെയിൻ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വരെ, അല്ലെങ്കിൽ വേണ്ട 1 വർഷം മുമ്പ് വരെ US ഇറാൻ റിലേഷൻ, അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓക്കെ ഇവർ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റിലേഷൻ. ഇപ്പം മാറി, കംപ്ലീറ്റ്ലി മാറി അല്ലേ. ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ്. ഓക്കെ ഇന്ന് എന്താ നടക്കുക, ഇന്ന് എത്ര അല്ലെ ഒരു ബോംബിട്ടോ, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ലൈക്ക് ഓപ്പൺ ആണോ, LPGൻ്റെ അവസ്ഥ എന്താ, നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സിലിണ്ടർ ഇല്ലാത്തതുകൊണ്ട്. അപ്പം എന്തുകൊണ്ട് സിലിണ്ടർ ഇല്ല? ഓക്കെ ഇതാണ് റീസൺ. സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ലൈക്ക് സിലിണ്ടർ വരാത്തത്. ഇന്ത്യയിൽ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത് LPG, ബാക്കി നമ്മൾ റഷ്യയിൽ നിന്ന് എടുക്കുന്നു. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ലൈക്ക് പുതിയ പുതിയ നോളജ് ഗെയിൻ ചെയ്യുന്നുള്ള ഒരു ത്രില്ല് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ഇത് ശരിക്കും പറഞ്ഞ ഒരു വിഷ്യസ് സൈക്കിളും കൂടിയാണ്. ബോറടിക്കാത്തത് കൊണ്ട് നമുക്ക് പിന്നെയും പഠിക്കണം എന്നുള്ളതാണ്. പാസ്സാവാൻ പോലും തോന്നില്ല, പഠിക്കാനാ തോന്നുന്നത്. ലേണിംഗ് പ്രോസസ്സ് ഒരു എൻജോയിങ് ആണ്, ഭയങ്കര എൻജോയിങ് ആയിട്ടുള്ള സംഭവം. നമ്മൾ മാക്സിമം പഠിക്കുക എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഇനി ഈവൻ നമ്മൾ ലൈക്ക് പാസ്സായതിനു ശേഷം നമ്മൾ ഇവിടുന്ന് പഠിച്ച് പാസ്സാകുന്ന അതേപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് കോളേജിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിച്ച് എക്സാം എഴുതി പാസ്സാവാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഓരോ പ്രൊമോഷൻ്റെ സ്റ്റേജിലും, അതായത് നമുക്ക് ഓരോ
ലൈക്ക് റാങ്ക് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ എക്സാം ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ ഓരോ ലൈക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ് അവിടെ ലൈക്ക് സിവിൽ സർവീസിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് തീരുന്നില്ല. ഫൗണ്ടേഷൻ കോഴ്സിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ ട്രെയിനിങ് അവിടെ തീരുന്നില്ല. ട്രെയിനിങ് കണ്ടിന്യൂസ്. ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആകുമ്പോഴേക്കും നമ്മൾ അതായത് റിട്ടയർമെൻറ്റ് തൊട്ട് മുമ്പൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ മാനേജറിയൽ ലെവലിലേക്കുള്ളൊരു ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അവസാനം നമ്മൾ റിട്ടയർ ആവുന്നതിന് തൊട്ട് മുമ്പാണ് പുതുതായിട്ട് ഇപ്പോൾ ഒരു കാര്യം വന്നിരിക്കുന്നത്, പുതിയൊരു ലൈക്ക് റൂള് വന്നിരിക്കുന്നത്. നമ്മൾ അതിരുന്ന് പഠിക്കണം. അത് ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ നമ്മൾ ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഈ ഒരു പഠിത്തത്തിനോട്. അപ്പോൾ ഒരിക്കലും ഇത് ബോറടിക്കില്ല. ആർക്കെങ്കിലും അത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് മെന്റ് ഫോർ ദിസ്. Alchemy IAS, transforming dreams into reality.